അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഹലീമ ബീവിക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുഞ്ഞായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരണത്താൽ കിട്ടിയ അനുഗ്രഹങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ 2 വീഡിയോയിലായിട്ട് അവതരിപ്പിച്ചു. വളരെ വലിയ അനുഗ്രഹങ്ങളും സന്തോഷങ്ങളുമാണ് തീർച്ചയായിട്ടും ഹലീമ ബീവിക്ക് കുഞ്ഞു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടേക്ക് പ്രവേശിച്ച ആ നാട്ടിലേക്ക് പ്രവേശിച്ച കാരണത്താൽ, അല്ലെങ്കിൽ ഹലീമ ബീവിയുടെ വീട്ടിലേക്ക് വന്ന കാരണത്താൽ ആ ഗ്രാമത്തിലുള്ളവർക്കും പ്രത്യേകിച്ച് ഹലീമ ബീവിക്കൊക്കെ ഒരുപാടധികം സന്തോഷങ്ങളാണ് വന്നു ചേർന്നത്. നമുക്ക് ആ ഒരു വിഷയത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് കടക്കാം, ഒരു മധു കേട്ടതിന് ശേഷം. जो देखोगे ज़माना भूल जाओगे, अगर तैबा को जाओगे तो आना भूल जाओगे। ना तेरा ज़ियादा चांद तारों अपनी रंगत पर, ना तेरा चांद तारों अपनी रंगत पर, मेरे आका को देखोगे चमकना भूल जाओगे। मेरे आका को देखोगे चमकना भूल जाओगे। मेरे आका को देखोगे चमकना भूल जाओगे। 2 കുഞ്ഞുമക്കളും പുൽമേടിൽ കളിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ വീടിന്റെ തൊട്ട് ചേർന്ന് തന്നെയാണ് സ്ഥലം. പെട്ടെന്ന് ലംറമോൻ ഓടി വന്നു വിറച്ചുകൊണ്ട് പറയാൻ തുടങ്ങി, നമ്മുടെ ഖുറൈശി സഹോദരൻ 2 പേർ വന്ന് എടുത്തുകൊണ്ടുപോയി. വെള്ളവസ്ത്രം ധരിച്ചവരാണവർ. അല്പമകലെ മലർത്തി കിടത്തി നെഞ്ചു പിളർത്തി കൈകൾ ഉള്ളിൽ പ്രവേശിപ്പിക്കുന്നു. ഞാനും ഭർത്താവും പേടിച്ചരണ്ടു. പെട്ടെന്ന് തന്നെ ഓടിച്ചെന്നു. അതാ നിൽക്കുന്നു മുഹമ്മദ് മോൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ മുഖത്ത് ഒരു ഭാവമാറ്റം. പെട്ടെന്ന് ഞാൻ വാരിയെടുത്ത് മാറോടണച്ചു. പൊന്നു മോനെ, എന്ത് പറ്റി? ഞാൻ ചോദിച്ചു. മോൻ ഇങ്ങനെ പറഞ്ഞു, വെള്ളവസ്ത്രം ധരിച്ച 2 പേർ വന്ന് എന്നെ മലർത്തി കിടത്തി നെഞ്ചു തുറന്നു. ഉള്ളിൽ നിന്ന് എന്തോ ഒന്ന് പുറത്തെടുത്തു. എന്താണെന്ന് എനിക്കറിയില്ല. ഞാനും ഭർത്താവും പരിസരം മുഴുവനും നോക്കി, ആരെയും കണ്ടില്ല. ദേഹത്ത് മുറിവോ ചോരപ്പാടോ ഒന്നും കാണാനില്ല. ദേഹപരിശോധന നടത്തിയപ്പോൾ ഒരു അത്ഭുതം കൂടി ശ്രദ്ധയിൽപ്പെട്ടു. ചുമലിൽ അതാ ഒരു മുദ്ര. തീർച്ചയായിട്ടും ഹലീമ ബീവിയുടെ ആ ഒരു ചരിത്ര സംഭവത്തിൽ മുത്തുനബി തങ്ങളായിട്ട് ബന്ധപ്പെടുത്തി പറയാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. തീർച്ചയായിട്ടും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുല കുടിക്കാൻ വേണ്ടിയിട്ട് ഹലീമ ബീവി ആമിന ബീവിയുടെ കയ്യിൽ നിന്ന് തൻ്റെ മാറിലേക്ക് ചേർത്ത് അണച്ചത് മുതൽ ആ ഗ്രാമത്തിലേക്ക് ഹലീമ ബീവിയുടെ വീട്ടിലേക്ക് കടക്കുന്ന ആ ഒരു നിമിഷം മുതൽ അങ്ങോട്ട് തീർച്ചയായിട്ടും വളരെ വലിയ അത്ഭുതങ്ങളാണ് ഹലീമ ബീവിക്ക് സംഭവിച്ചത്. ഹലീമ ബീവിയുടെ വീടിന് സംഭവിച്ചത്, ഹലീമ ബീവിയുടെ ആ ഗ്രാമത്തിൽ സംഭവിച്ചത്. വളരെ നല്ല രീതിയിലുള്ള സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും സമാധാനവും എല്ലാം കൊണ്ടും ഒരു റാഹത്ത് നിറഞ്ഞു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക പട്ടണത്തിൽ നിന്ന് ഹലീമ ബീവിയുടെ ഗ്രാമത്തിലേക്ക് കടന്നപ്പോൾ എല്ലാം കൊണ്ടും റാഹത്തായിരുന്നു. അത് പക്ഷികൾക്ക്, മൃഗങ്ങൾക്ക്, മറ്റുള്ള എല്ലാ ജീവജാലങ്ങൾക്കും വളരെ രീതിയിൽ നല്ല രീതിയിലായിട്ടായിരുന്നു അവിടെ എല്ലാം സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോ ഹലീമ ബീവിക്ക് സൗഭാഗ്യങ്ങളാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ തീർച്ചയായിട്ടും കിട്ടിയിട്ടുള്ളത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ്. എല്ലാവർക്കും മാനവരിൽ മഹോന്നതനാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എല്ലാവർക്കും പ്രതീക്ഷയാണ്, എല്ലാവർക്കും സൗഭാഗ്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും സഹായം ചെയ്യാനുള്ള മനസ്സുള്ള ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരു ലോകത്തിൻ്റെയും ചക്രവർത്തിയാണ്. നമുക്ക് പരലോകത്തിലേക്ക് നമ്മുടെ എല്ലാം പ്രതീക്ഷയാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുപോലെ തന്നെ സ്വഹാബത്തിനൊക്കെ ജീവനായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. സ്വഹാബത്തൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തിരുന്നിട്ട് ആ
പരിപൂർണ ചന്ദ്രശോഭ മുഖത്തിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കാൻ ആഗ്രഹിച്ച നിമിഷങ്ങളായിരുന്നു സ്വഹാബത്തിനൊക്കെ ഉണ്ടായിരുന്നത്. അനുഭവിച്ച നിമിഷങ്ങൾ തന്നെയായിരുന്നു സ്വഹാബത്തിനൊക്കെ ഉണ്ടായിരുന്നത്. അതൊരു വല്ലാത്ത കാലഘട്ടം തന്നെയായിരിക്കും അല്ലേ? സ്വർഗത്തിന്റെ കാലഘട്ടം, സ്വർഗാനുഭൂതിയുള്ള കാലഘട്ടം. കാരണം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നടക്കുക, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സംസാരിക്കുക, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈകളെ മുസാഫഹത്ത് ചെയ്യുക, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാവിലൂടെ, ആ പരിശുദ്ധമായ നാവിലൂടെ വരുന്ന ഓരോ വചനങ്ങളും ചെവി കൂർപ്പിച്ച് കേൾക്കുക. എന്തൊരു സൗഭാഗ്യമാണല്ലേ സഹാബത്തിനൊക്കെ കിട്ടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് മദീനയുടെ ആ ഒരു അടുത്ത വരിയിലേക്ക് ചെല്ലാം. തീർച്ചയായിട്ടും മദീന ഷരീഫിനെ, ഖുബ്ബത്തുൽ ഖദറയെ കുറിച്ചുള്ള വരികളാണ് ഞാൻ ഷരീഫിലൂടെ ഇവിടെ പാടുന്നത്, അവതരിപ്പിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയിലേക്ക് പോകാൻ വല്ലാത്ത കൊതിയാണ്. നിങ്ങൾ ആരെങ്കിലും മദീനയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയിലേക്ക് പോകുമ്പോൾ വല്ലാത്ത ഒരു റാഹത്താണ്. പോവാൻ കഴിയാത്ത ആളുകൾക്കൊക്കെ തീർച്ചയായിട്ടും അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകട്ടെ. നമുക്ക് ഹബീബായ തങ്ങളുടെ മദീന ഷരീഫിനെ വർണ്ണിക്കുന്ന അടുത്ത ഷരീഫിന്റെ ഭാഗത്തിലേക്ക് കടക്കാം. ना भूल जाओगे अगर तुम गौर से मेरे नबी की नात सुन लोगे, अगर तुम गौर से मेरे नबी की नात सुन लोगे। पढ़ रहा हूँ नात सरवर सब्ज गुंबद देख कर, कैफ तारी है कलम पर सब्ज गुंबद देख कर। अगर तुम गौर से मेरे नबी की नात सुन लोगे, अगर तुम गौर से मेरे नबी की नात सुन लोगे। मेरा दावा है तुम गाना बजाना भूल जाओगे, मेरा दावा है तुम गाना बजाना भूल जाओगे। छोड़ आया हूँ दिलो जान ये कह कर आज़म, आ रहा हूँ मेरा सामान मदीने में रहे। तुम्हारे सामने होगा कभी जब गुंबदे खज़रा, तुम्हारे सामने होगा कभी जब गुंबदे खज़रा। हम फकीरों को मदीने की गली अच्छी लगी, खुसरवी अच्छी लगी ना सरवरी अच्छी लगी। दूर थे तो जिंदगी बेरंग थी बेकैफ थी, उनके कूचे में गए तो